പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക പുറത്തുവന്നതിൽ LDFന് ഉത്തരവാദിത്വമില്ലെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ച രാഷ്ട്രീയവൽക്കരിക്കുകയാണ് UDF ശ്രമം. വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരണവുമായി രാജു എബ്രഹാം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം നമ്മുടെ പ്രതിനിധി സുജു ടി ബാബുവുമുണ്ട്. സുജുവിലേക്ക്. കാവ്യ, ഇന്ന് ഒരു രാഷ്ട്രീയ നാടകമാണ് UDFന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയിരുന്നത്. ഈ നിരോധന ആജ്ഞ നിലനിൽക്കുമ്പോഴാണ് 50-ലധികം പ്രവർത്തകർ ഒത്തുകൂടിക്കൊണ്ട് ഒരു കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഈ റാന്നി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ചോർന്നു എന്നാരോപിച്ചുകൊണ്ടും അത് LDF ആണ് നടത്തിയെന്നാണ് ആരോപിച്ചുകൊണ്ടായിരുന്നു അത്തരമൊരു പ്രതിഷേധം നടത്തിയത്. ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിക്കാൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം ചേരുന്നു. എന്താണ് ഇതിനൊരു പ്രതികരണം? ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ LDF നടത്തിയിട്ടില്ല. ഇവിടെ ലിസ്റ്റ് ആവശ്യപ്പെടണമെങ്കിൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചീഫ് ഏജൻ്റ് എന്ന നിലയിൽ ഞാനാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടില്ല. നമ്മൾ ലിസ്റ്റ് വാങ്ങിയിട്ടില്ല. പിന്നെ ചോർന്നു എന്ന് പറയുന്ന ആരോപണം മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ ഏതോ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതോ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഇട്ടു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. അത് സംബന്ധിച്ച് തീർച്ചയായിട്ടും ജില്ലാ കളക്ടർ അന്വേഷിക്കട്ടെ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് LDF നിർമ്മിച്ചു എന്ന് പറഞ്ഞായിരുന്നു 2-3 ദിവസം ബഹളം. ഞങ്ങൾക്ക് ആ പണിയില്ല. ഇവിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേരളത്തിൽ നിർമ്മിച്ചതിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ളത് പത്തനംതിട്ടയിലെയും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരാണ്. അവർ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ പോലും വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് പലരും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീടാണ് ഇത് LDFൻ്റെ മുകളിൽ വെക്കാനുള്ള ആരോപണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ് എന്നത് എത്രയോ ദിവസം മുമ്പ് പുറത്തു വന്ന കാര്യമാണ്. കാരണം ഇവരുടെ പരിശീലനം ആരംഭിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോകുന്നത് എന്ന് ഇതൊരു അങ്ങാടിപ്പാട്ടാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പരസ്യമായ കാര്യമാണ്. കാരണം അവർക്കുള്ള ക്ലാസ്സുകളൊന്നും രഹസ്യമല്ല. ആരൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാർ, ആരൊക്കെയാണ് റിസർവിലുള്ളത്, അതെല്ലാം ഒരു പരസ്യ കാര്യങ്ങളാണ്. അപ്പം ഇവിടെ ഇത്തരത്തിലൊരു പ്രഹസനം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ആൻ്റണി കഴിഞ്ഞ 15 വർഷക്കാലമായി മണ്ഡലം നോക്കിയ ആളല്ല. വലിയ വികാരമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും ആൻ്റണി എന്ന സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ളത്. അതിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ കാണിക്കുന്ന തീർച്ചയായിട്ടും പരാജയ ഭീതി മൂലം തന്നെയാണ് ഇത്. ജനങ്ങൾ അപഹാസ്യത്തോടു കൂടി തന്നെ തള്ളിക്കളയും, യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും കാവ്യ, അതാണ് പരാജയ ഭീതി മൂലമാണ് UDF ഇത്തരം ഒരു സമരത്തിലേക്ക് പോകുന്നത്. ഇത്തരം ഒരു പ്രഹസനം പത്തനംതിട്ട ജില്ലാ കളക്ടറിന് മുമ്പിൽ നടത്തുന്നതാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം പറഞ്ഞു വെക്കുന്നത്. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.